ഹൈറേഞ്ചിലെ പോലീസ് സ്റ്റേഷനുകൾക്ക് രാത്രിയായാൽ ഒരു പ്രത്യേക സ്വഭാവമാണ്. പകൽ മുഴുവൻ പരാതിക്കാരുടെയും രാഷ്ട്രീയക്കാരുടെയും ബഹളത്തിൽ മുങ്ങി നിൽക്കുന്ന ആ കെട്ടിടം ഇരുട്ട് വീഴുന്നതോടെ ഒരു ശവപ്പറമ്പ് പോലെ നിശബ്ദമാകും. പുറത്ത് നിർത്താതെ പെയ്യുന്ന മഴയുടെ ഇരമ്പലും ഇടയ്ക്കിടെ സ്റ്റേഷനിലെ പഴയ വയർലെസ് സെറ്റിൽ നിന്ന് വരുന്ന അവ്യക്തമായ ശബ്ദങ്ങളും മാത്രമാണ് ആ നിശബ്ദതയെ ഭേദിച്ചിരുന്നത്. SI ഹരിദാസ് തൻ്റെ മേശപ്പുറത്തിരുന്ന ഫയലുകൾ മടുത്തുപോയ ഒരു ഭാവത്തോടെ മാറ്റിവെച്ചു. 30 വർഷത്തെ സർവീസ്, ഇനി വെറും 6 മാസം കൂടി, അത് കഴിഞ്ഞാൽ യൂണിഫോം അഴിച്ചുവെക്കാം. തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ വീരസാഹസിക കഥകളൊന്നും പറയാനില്ല. കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നൊരു അഹങ്കാരം മാത്രം ബാക്കി. അതും ഈ കാലത്ത് ആരു വകവയ്ക്കാൻ? സർ, ചായ. CPO വർഗീസ് ഒരു ഗ്ലാസ് ചായയുമായി മുന്നിൽ വന്നു നിന്നു. സ്റ്റേഷനിൽ ഹരിദാസിനെ കൂടാതെ നൈറ്റ് ഡ്യൂട്ടിക്ക് വർഗീസും പാറാവുകാരനായ സുധാകരനും മാത്രമേയുള്ളൂ. മഴ കുറയുന്ന ലക്ഷണമില്ലല്ലോ വർഗീസേ. ഹരിദാസ് ചായ ഗ്ലാസ് കയ്യിലെടുത്തു. വിരലുകൾക്ക് നല്ല ചൂട് തോന്നി. തണുപ്പ് അസ്ഥികളിലേക്ക് ഇറങ്ങുന്നത് പോലെയുള്ള കാലാവസ്ഥയാണ് പുറത്ത്. ഇല്ല സാർ, ഇക്കൊല്ലം കാലവർഷം കുറച്ച് കടുപ്പമാണ്. ടൗണിലേക്കുള്ള റോഡിൽ മരം വീണിട്ടുണ്ടെന്ന് ഫയർഫോഴ്സുകാർ വിളിച്ചു പറഞ്ഞിരുന്നു. വർഗീസ് തിരികെ പോയി കസാരയിലിരുന്നു. ഹരിദാസ് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. കൂരിരുട്ട്. സ്റ്റേഷന്റെ മുൻവശത്തെ മാവിലകളിൽ മഴത്തുള്ളികൾ വീണ് തെറിക്കുന്നത് മങ്ങിയ വെളിച്ചത്തിൽ കാണാം. ടേബിളിലെ ഗ്ലാസ് മാറ്റിവെക്കുന്നതിനിടയിലാണ് ഫയലുകൾക്കിടയിൽ തിരികെ വച്ചിരുന്ന ആ കടലാസ് ഹരിദാസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തപാൽ ഉരുപ്പിടികളെല്ലാം വൈകുന്നേരം തന്നെ നോക്കി തീർത്തതാണ്. ഇതെന്താണ് ഇപ്പോൾ ഇവിടെ? ഒരു പഴയ ഇൻലൻഡ് ലെറ്റർ പോലെ തോന്നിക്കുന്ന ഒന്ന്. പക്ഷേ തപാൽ മുദ്രകളില്ല, പേരും മേൽവിലാസവുമില്ല. ആരോ നേരിട്ട് കൊണ്ടുവച്ചതുപോലെ. വർഗീസേ, വൈകുന്നേരം ആരെങ്കിലും എൻ്റെ ടേബിളിൻ്റെ അടുത്തേക്ക് വന്നിരുന്നോ? ഹരിദാസ് ഉറക്കെ ചോദിച്ചു. ഇല്ല സാർ, ഞാനും സാറുമല്ലാതെ ആരാണ് ഇങ്ങോട്ട് കയറുന്നത്? പിന്നെ വൈകുന്നേരം ആ പെറ്റിക്കേസുകാരൻ ബാബുവിനെ കൊണ്ടുവന്നപ്പോൾ അവൻ അവിടെ നിന്നിരുന്നു. ഹരിദാസ് സംശയത്തോടെ ആ കടലാസ് നിവർത്തി. നീലമഷിയിൽ വടിവൊത്ത കൈപ്പടയിൽ എഴുതിയ ഒരൊറ്റ വരി. രഘു നാടുവിട്ടുപോയതല്ല, അവനിന്നും ആ ക്വാർട്ടേഴ്സിൽ തന്നെയുണ്ട്. അന്വേഷിച്ചാൽ തെളിവ് യൂണിഫോമിൽ കിട്ടും. ഹരിദാസിൻ്റെ നെറ്റിയിൽ പെട്ടെന്നൊരു ചുളിവ് വീണു. രഘു, സിവിൽ പോലീസ് ഓഫീസർ K. രഘുനാഥ്. മറക്കാൻ പാടില്ലാത്ത പേരാണ്. 3 വർഷം മുമ്പ് ഇതേ സ്റ്റേഷനിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ പോലീസുകാരൻ. ചീട്ടുകളിയും അവിഹിത ബന്ധങ്ങളും കാരണം കടം കയറി നാടുവിട്ടുപോയി എന്നായിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അയാളുടെ ഭാര്യ സ്റ്റേഷനിൽ വന്ന് കരഞ്ഞതും അവസാനം ഗതികെട്ട് അവർ കുട്ടികളുമായി സ്വന്തം വീട്ടിലേക്ക് പോയതും ഹരിദാസ് ഓർത്തു. അന്ന് ഹരിദാസ് ഇവിടെ ASI ആയിരുന്നു. ആരു വെച്ചതായിരിക്കും ഈ കത്ത്? ഹരിദാസ് ചുറ്റും നോക്കി. സ്റ്റേഷനിൽ അസ്വാഭാവികമായി ഒന്നുമില്ല. പക്ഷേ ആ കത്ത് കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ വിരൽത്തുമ്പിലൂടെ ഒരു തണുപ്പ് ശരീരത്തിലേക്ക് പടരുന്നത് പോലെ തോന്നി. അത് മഴയുടെ തണുപ്പല്ല, മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ തോന്നിയ ഒരു ഭയം. അല്ല, ഭയമല്ല, ഒരു മുന്നറിയിപ്പ്. അദ്ദേഹം എഴുന്നേറ്റ് ലോക്കപ്പുകൾക്കപ്പുറമുള്ള വരാന്തയിലേക്ക് നടന്നു. അവിടെ നിന്നാൽ സ്റ്റേഷൻ്റെ പുറകുവശം കാണാം. അവിടെയാണ് പഴയ ക്വാർട്ടേഴ്സുകൾ. ബ്രിട്ടീഷ് കാലത്ത് പണിത ഓടുമേഞ്ഞ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങൾ. പുതിയ ക്വാർട്ടേഴ്സുകൾ വന്നതോടെ അവിടം ആരും ഉപയോഗിക്കാതായി. കാട് പിടിച്ച് കിടക്കുന്നു. രഘുവിനെ കാണാതാകുന്നതിന് മുമ്പ് താമസിച്ചിരുന്നത് അതിലൊന്നിലായിരുന്നു. അവസാനത്തെ ബ്ലോക്കിലെ 13-ാം നമ്പർ ക്വാർട്ടേഴ്സ്. ഹരിദാസ് ടോർച്ച് തെളിയിച്ച് അങ്ങോട്ട് നോക്കി. മഴയുടെ മറയിൽ ഇരുട്ട് കട്ട പിടിച്ച് കിടക്കുന്നു. കാറ്റിൽ മരച്ചില്ലകൾ ആടുന്നത് കണ്ടാൽ ആരോ കൈ വീശി വിളിക്കുന്നത് പോലെ തോന്നും. പെട്ടെന്ന് ആ പഴയ ക്വാർട്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വെളിച്ചം മിന്നിയോ? ഹരിദാസ് സൂക്ഷിച്ചു നോക്കി. തോന്നലാവാം, അല്ലെങ്കിൽ മിന്നൽ വെളിച്ചം വല്ലതും പ്രതിഫലിച്ചതാകാം. പക്ഷേ ആ കത്ത്, അവൻ ഇന്നും ആ ക്വാർട്ടേഴ്സിൽ തന്നെയുണ്ട്. ഒരു പോലീസുകാരൻ എന്ന നിലയിൽ ഇത്തരം അജ്ഞാത സന്ദേശങ്ങളെ മുഖവിലക്കെടുക്കാൻ പാടില്ലാത്തതാണ്. പലപ്പോഴും വഴി തിരിച്ചുവിടാനുള്ള ശ്രമങ്ങളാകും. പക്ഷേ ഹരിദാസിൻ്റെ മനസ്സ് എന്തുകൊണ്ടോ ശാന്തമായില്ല. രഘുവിനെക്കുറിച്ച് ഓർത്തപ്പോൾ ആ പഴയ ചിരിയാണ് ഓർമ്മ വന്നത്. നിഷ്കളങ്കമായ ചിരി. അങ്ങനെ ഒരാൾ നാട് വിട്ടുപോകുമോ? തിരികെ സീറ്റിൽ വന്നിരുന്നിട്ടും ഹരിദാസിന് സമാധാനം കിട്ടിയില്ല.
അയാൾ പഴയ GD രജിസ്റ്ററുകൾ സൂക്ഷിച്ചിരുന്ന അലമാര തുറന്നു. 3 വർഷം മുമ്പത്തെ രജിസ്റ്റർ തപ്പിയെടുത്തു. രഘുവിനെ കാണാതായ ദിവസം ഒക്ടോബർ 12. GD എൻട്രി പ്രകാരം രഘു അന്ന് സിക്ക് ലീവിലായിരുന്നു. എന്നാൽ രാത്രി 9 മണിക്ക് രഘു സ്റ്റേഷനിൽ വന്നിരുന്നതായി അന്നത്തെ പാറാവുകാരൻ മൊഴി നൽകിയിരുന്നു. അത് രേഖപ്പെടുത്തിയിട്ടില്ല. എന്തോ പറയാൻ വന്നതായിരുന്നു അവൻ. അന്നത്തെ SI ആയിരുന്ന ജോസഫ് സാറുമായി രഘു സംസാരിച്ചിരുന്നു. ഹരിദാസ് ആലോചനയിൽ മുഴുകി. ജോസഫ് സാർ ഇപ്പോൾ സർവീസിലില്ല. കർക്കശക്കാരനായ ഉദ്യോഗസ്ഥൻ. രഘുവിനെ കാണാതായതിനു ശേഷം ജോസഫ് സാറും പെട്ടെന്ന് സ്ഥലം മാറ്റം വാങ്ങിപ്പോയി. സാർ, എന്തുപറ്റി? വർഗീസിൻ്റെ ചോദ്യം കേട്ടാണ് ഹരിദാസ് ഞെട്ടിയത്. ഏയ്, ഒന്നുമില്ല. ഹരിദാസ് രജിസ്റ്റർ മടക്കി വെച്ചു. കത്ത് പോക്കറ്റിൽ വെച്ചു. ഇതിപ്പോൾ ആരോടും പറയണ്ട. ആരെങ്കിലും കളിപ്പിക്കുന്നതാകാം. നാളെ നേരം വെളുത്തിട്ട് ആ ക്വാർട്ടേഴ്സ് വരെ ഒന്ന് പോയി നോക്കാം, വെറുതെ ഒരു സമാധാനത്തിന്. പക്ഷേ ഹരിദാസ് അറിഞ്ഞിരുന്നില്ല, താൻ ആ കത്ത് കയ്യിലെടുത്ത നിമിഷം മുതൽ വർഷങ്ങളായി ഉറങ്ങിക്കിടന്നിരുന്ന ഒരു സത്യം ഉണർന്നെണീക്കുകയായിരുന്നു എന്ന്. സ്റ്റേഷൻ്റെ മൂലയിലുള്ള ഇരുട്ടിൽ ആരും കാണാതെ ഒരു ജോഡി കണ്ണുകൾ ഹരിദാസിനെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി ഹരിദാസ് കസേരയിൽ തല ചായ്ച്ചു മയങ്ങി. സ്വപ്നത്തിൽ അയാൾ ആ പഴയ ക്വാർട്ടേഴ്സിൻ്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. വാതിൽ പൂട്ടിയ നിലയിലാണ്. പക്ഷേ അകത്തുനിന്നൊരു കരച്ചിൽ കേൾക്കാം. അല്ല, കരച്ചിലല്ല, ശ്വാസം കിട്ടാതെ പിടയുന്ന ഒരാളുടെ ഞരക്കം. ഹരിദാസ് വാതിൽ തുറക്കാൻ ശ്രമിച്ചു. പൂട്ടനങ്ങുന്നില്ല. പെട്ടെന്ന് വാതിലിൻ്റെ വിടവിലൂടെ ഒരു കൈ പുറത്തേക്ക് വന്നു. ചോരയിൽ കുതിർന്ന വിറയ്ക്കുന്ന ഒരു കൈ. ആ കൈ ഹരിദാസിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചു വലിച്ചു. സാറേ, സാറേ! ഹരിദാസ് ഞെട്ടിയുണർന്നു. വർഗീസ് വിളിക്കുകയാണ്. സാർ, നേരം വെളുത്തു, ചായ പറയട്ടെ? ഹരിദാസ് ഉയർത്തിരുന്നു. പുറത്ത് മഴ തോർന്നിട്ടുണ്ട്. ജനലിലൂടെ വരുന്ന വെളിച്ചത്തിന് വല്ലാത്തൊരു മങ്ങൽ. സ്വപ്നത്തിൽ കണ്ട ആ കൈയുടെ സ്പർശം ഇപ്പോഴും കഴുത്തിലുള്ളതുപോലെ. അയാളറിയാതെ കോളറിൽ തടവി നോക്കി. എന്തുകൊണ്ടോ ഇതൊരു സാധാരണ ദിവസമായിരിക്കില്ല എന്ന് അയാൾക്ക് തോന്നി. രാവിലെ 10 മണി. സ്റ്റേഷൻ തിരക്കുകളിലേക്ക് ഉണർന്നു കഴിഞ്ഞു. പരാതിക്കാർ ബെഞ്ചുകളിൽ സ്ഥാനം പിടിച്ചു. ഹരിദാസ് ഇതിലൊന്നും ശ്രദ്ധിക്കാതെ സ്റ്റേഷൻ്റെ പിറകുവശത്തേക്ക് നടന്നു. മുറ്റത്തെ കാട് വെട്ടിത്തെളിച്ചിട്ട് മാസങ്ങളായി. നനഞ്ഞ മണ്ണിലൂടെ നടക്കുമ്പോൾ ഷൂവിൽ ചെളി പിടിച്ചു. വല്ലാത്തൊരു നിശബ്ദതയാണിവിടെ. സ്റ്റേഷനിലെ ബഹളങ്ങളൊന്നും ഇങ്ങോട്ട് കേൾക്കുന്നില്ല. കാട് പിടിച്ച കുറ്റിക്കാടുകളിൽ നിന്ന് ചിവീടുകളുടെ ശബ്ദം മാത്രം. പഴയ ക്വാർട്ടേഴ്സ് നിരകൾ പ്രേതഭവനങ്ങളെപ്പോലെ തോന്നിപ്പിച്ചു. ഓടുകൾ പലതും പൊട്ടി വീണിരിക്കുന്നു. ചുവരുകളിൽ പായൽ പിടിച്ച പച്ച നിറം. വരി വരിയായി നിൽക്കുന്ന വീടുകളിൽ അവസാനത്തേതാണ് 13-ാം നമ്പർ. രഘുവിൻ്റെ ക്വാർട്ടേഴ്സ്. ഹരിദാസ് അതിൻ്റെ മുന്നിലെത്തി. മുറ്റത്ത് മുട്ടിനു മീതെ വളർന്നു നിൽക്കുന്ന പുല്ലുകൾ. വാതിലിലെ പൂട്ട് തുരുമ്പെടുത്ത് നശിച്ചിരിക്കുന്നു. ജനലുകൾ തടികൊണ്ട് അടിച്ചിരിക്കുകയാണ്. അയാൾ പതുക്കെ വരാന്തയിലേക്ക് കയറി. ദ്രവിച്ച തറയിൽ ചവിട്ടുമ്പോൾ ഒരു ഞരക്കത്തോടെ ശബ്ദം കേട്ടു. പോക്കറ്റിൽ കരുതിയിരുന്ന താക്കോൽ കൂട്ടമെടുത്തു. പല പഴയ താക്കോലുകളുമുണ്ട്. പക്ഷേ തുരുമ്പിച്ച ആ പൂട്ട് തുറക്കാൻ അതൊന്നും മതിയാകുമെന്ന് ഉറപ്പില്ലായിരുന്നു. അയാൾ ചുറ്റും നോക്കി. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ല. ഹരിദാസ് തൊട്ടടുത്ത് കിടന്ന ഒരു കരിങ്കല്ലെടുത്തു. പൂട്ടിന് ശക്തമായ ഒരടി കൊടുത്തു. ഒരു ശബ്ദത്തോടെ പൂട്ടിൻ്റെ കൊളുത്തിളകി. തുരുമ്പിച്ചതുകൊണ്ട് വലിയ ബലം പ്രയോഗിക്കേണ്ടി വന്നില്ല. വാതിൽ തള്ളി തുറന്നു. ഉരസുന്ന ശബ്ദത്തോടെ വർഷങ്ങൾക്ക് ശേഷം ആ വാതിൽ തുറക്കപ്പെട്ടു. അകത്തുനിന്ന് വന്ന വായുവിന് പഴകിയ മണമായിരുന്നു. അടച്ചിട്ട മുറികളിലെ വായുവിനുണ്ടാകുന്ന അതേ മണം. ഒപ്പം മറ്റെന്തോ ഒന്നുകൂടി. നനഞ്ഞ തുകലിൻ്റെയോ അതോ ഫംഗസ് പിടിച്ച തുണിയുടെയോ ഗന്ധം. ഹരിദാസ് അകത്തേക്ക് കയറി. ടോർച്ച് തെളിച്ചു. ഒറ്റമുറി വീടാണ്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഹാൾ. അതിനോട് ചേർന്ന് ചെറിയൊരു അടുക്കളയും ശുചിമുറിയും. രഘു പോയതിനു ശേഷം ഇവിടെ ആരും താമസിച്ചിട്ടില്ല. ക്രൈംബ്രാഞ്ച് അന്ന് റെയ്ഡ് നടത്തി സാധനങ്ങളെല്ലാം കൊണ്ടുപോയിരുന്നു. മുറി ശൂന്യമാണ്. എന്നിട്ടും ഹരിദാസിന് എന്തോ ഒരു അസ്വാഭാവികത തോന്നി. മുറിയുടെ നടുവിൽ നിൽക്കുമ്പോൾ താൻ തനിച്ചല്ല എന്നൊരു തോന്നൽ. കഴുത്തിനു പിന്നിലെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു. ആരോ പിന്നിൽ നിന്ന് ഉറ്റുനോക്കുന്നതുപോലെ. അയാൾ തിരിഞ്ഞു നോക്കി. ആരുമില്ല. ചൂരുകളിൽ ചിലന്തി വലകൾ. തറയിൽ പൊടി അടിഞ്ഞുകൂടിയിരിക്കുന്നു.
പക്ഷേ തറയിലെ പൊടിയിൽ ഹരിദാസ് ടോർച്ച് താഴ്ത്തി പിടിച്ചു. തറയിലെ പൊടിയിൽ ചില പാടുകളുണ്ട്. എലികളോ പാറ്റകളോ ഓടിയ പാടുകളല്ല, ഷൂ ഇട്ട കാലുകൾ വലിച്ചിഴച്ചതുപോലെയുള്ള പാടുകൾ. പക്ഷേ അത് വളരെ പഴയതാണ്, വർഷങ്ങളുടെ പഴക്കമുണ്ടാകാം. അയാൾ അടുക്കളയിലേക്ക് നടന്നു. അവിടെ പാത്രങ്ങൾ വയ്ക്കുന്ന റാക്കുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. പെട്ടെന്നാണ് ഹരിദാസ് അത് ശ്രദ്ധിച്ചത്. അടുക്കളയുടെ മൂലയിൽ സിങ്കിനോട് ചേർന്ന് തറയിൽ ഒരു കറുത്ത പാട്. വെറും ഒരു കറയല്ല, എന്തോ ദ്രാവകം വീണ് ഉണങ്ങിപ്പിടിച്ചതുപോലെ. സിങ്കിൻ്റെ പൈപ്പിൽ നിന്ന് വീണ വെള്ളത്തിൻ്റെ പാടാകാം. ഹരിദാസ് കുനിഞ്ഞു നോക്കി. ടോർച്ച് വെളിച്ചത്തിൽ ആ പാടിന് ചെമ്പിച്ച നിറം. രക്തമാണോ? 3 വർഷം കഴിഞ്ഞിട്ടും രക്തക്കറ അങ്ങനെ നിലനിൽക്കുമോ? സാധ്യത കുറവാണ്. അയാൾ എഴുന്നേറ്റു. തിരികെ ഹാളിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ശബ്ദം കേട്ടു. വളരെ പതുക്കെ ശ്വാസം വിടുന്നതുപോലെയുള്ള ശബ്ദം. ഹരിദാസ് നിശ്ചലനായി നിന്നു. ഹൃദയമിടിപ്പ് കൂടി. ശബ്ദം വന്നത് ഹാളിൻ്റെ മൂലയിൽ നിന്നാണ്. അവിടെ പഴയൊരു തടി അലമാരയുണ്ട്. സർക്കാർ വക സാധനമായതുകൊണ്ട് ആരും എടുത്തുകൊണ്ടുപോയിട്ടില്ല. ഹരിദാസ് അലമാരയുടെ അടുത്തേക്ക് നടന്നു. ആരാ ഇവിടെ? അയാൾ ചോദിച്ചു. സ്വന്തം ശബ്ദം ആ മുറിയിൽ മുഴങ്ങിക്കേട്ടു എന്നല്ലാതെ മറുപടിയൊന്നും വന്നില്ല. അയാൾ അലമാരയുടെ വാതിൽ തുറന്നു. ഒഴിഞ്ഞ തട്ടുകൾ. പക്ഷേ താഴത്തെ തട്ടിൽ ഏറ്റവും ഉള്ളിലായി ഒരു ചെറിയ പുസ്തകം ഇരിക്കുന്നു. ഒരു പോക്കറ്റ് ഡയറി. ഹരിദാസിൻ്റെ കയ്യിലൊരു വിറയലുണ്ടായി. ക്രൈംബ്രാഞ്ച് അരിച്ചു പെറുക്കിയിട്ടും ഈ ഡയറി എങ്ങനെ ഇവിടെ ബാക്കിയായി? അതോ അവർ കാണാതെ പോയതാണോ? അയാളത് കയ്യിലെടുത്തു. മുകളിൽ കേരള പോലീസ് എന്ന എംബ്ലമുള്ള 2021 ഡയറി. രഘുവിനെ കാണാതായ വർഷം. ഹരിദാസ് ഡയറി തുറന്നു. ആദ്യത്തെ പേജുകളിൽ ഡ്യൂട്ടി വിവരങ്ങളും പലചരക്ക് സാധനങ്ങളുടെ ലിസ്റ്റും ലോട്ടറി നമ്പറുകളും മാത്രം. പക്ഷേ അവസാനത്തെ പേജുകളിലേക്ക് എത്തിയപ്പോൾ കൈപ്പട മാറുന്നുണ്ട്. അക്ഷരങ്ങൾ വിറയ്ക്കുന്നുണ്ട്. ഒക്ടോബർ 10 പേജിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ കണ്ടത് സത്യമാണ്. എനിക്ക് തെറ്റിയിട്ടില്ല. പക്ഷേ അവരെന്നെ വിശ്വസിക്കില്ല, ജോസഫ് സാർ പോലും. ഒക്ടോബർ 11. ഇന്ന് വൈകുന്നേരം സാർ എന്നെ ക്വാർട്ടേഴ്സിലേക്ക് വിളിപ്പിച്ചു. ഒറ്റയ്ക്ക് വരാൻ പറഞ്ഞു. എനിക്ക് പേടിയാകുന്നു. യൂണിഫോം അഴിച്ചു വയ്ക്കാൻ സമയമായി എന്ന് തോന്നുന്നു. അതിന് താഴെ പേന അമർത്തി വരച്ചതുപോലെ ഒരു വരി കൂടി: എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ തെളിവ് ഞാൻ സുരക്ഷിതമായി വെച്ചിട്ടുണ്ട്. എൻ്റെ പഴയ. ബാക്കി ഭാഗം കീറിക്കളഞ്ഞിരിക്കുന്നു. എന്തായിരിക്കും അത്? കത്തിലെ വരികൾ ഹരിദാസിൻ്റെ മനസ്സിൽ തെളിഞ്ഞു. തെളിവ് യൂണിഫോമിൽ കിട്ടും. പെട്ടെന്ന് മുറിയിലെ അന്തരീക്ഷം മാറി. വായുവിന് കനം വെച്ചു. അസഹനീയമായ ചൂടനുഭവപ്പെടാൻ തുടങ്ങി. തൊട്ടടുത്ത്, വളരെ അടുത്ത് ആരോ നിൽക്കുന്നതുപോലെ. പഴകിയ ബീഡിയുടെ മണം ഹരിദാസിൻ്റെ മൂക്കിലടിച്ചു. രഘു ബീഡി വലിക്കുമായിരുന്നു. അത് ഹരിദാസിന് ഓർമ്മയുണ്ട്. അയാൾ പിന്നെ ചുറ്റും നോക്കാൻ നിന്നില്ല. നോക്കാൻ ധൈര്യം വന്നില്ല എന്നതാണ് സത്യം. ആ ഡയറിയും എടുത്ത് അയാൾ വേഗത്തിൽ മുറിക്ക് പുറത്തിറങ്ങി. മുറ്റത്തെ തണുത്ത കാറ്റ് മുഖത്തടിച്ചപ്പോഴാണ് ശ്വാസം നേരെ വീണത്. തിരികെ നടക്കുമ്പോൾ അയാൾക്ക് ഉറപ്പായിരുന്നു, ക്വാർട്ടേഴ്സിൻ്റെ ആ ജനൽ വിടവിലൂടെ ആരോ തന്നെ നോക്കുന്നുണ്ടെന്ന്. അത് തൻ്റെ തോന്നലല്ല. കാരണം അടച്ചിട്ട ആ മുറിയിൽ കാറ്റില്ലാതിരുന്നിട്ടും അലമാരയുടെ വാതിൽ തനിയെ അടയുന്ന ശബ്ദം പുറത്തിറങ്ങിയ ഹരിദാസ് വ്യക്തമായി കേട്ടു. സ്റ്റേഷനിൽ തിരികെ എത്തിയ ഹരിദാസ് ആകെ അസ്വസ്ഥനായിരുന്നു. ഡയറി തൻ്റെ പോക്കറ്റിൽ ഭാരമായി കിടക്കുന്നു. സാർ എന്തുപറ്റി? മുഖത്തൊരു വല്ലായ്മ. റൈറ്റർ സുരേഷ് ചോദിച്ചു. ഒന്നുമില്ല സുരേഷേ, ഒരു തലവേദന. ഹരിദാസ് ഒഴിഞ്ഞു മാറി. ഉച്ചഭക്ഷണത്തിന് ശേഷം ഹരിദാസ് സുരേഷിനെ മാറ്റി നിർത്തി ചോദിച്ചു. സുരേഷേ, ആ രഘുവിൻ്റെ സാധനങ്ങൾ, അന്നത്തെ തൊണ്ടിമുതലുകളൊക്കെ എവിടെയാണ്? അതൊക്കെ ക്രൈംബ്രാഞ്ച് കൊണ്ടുപോയി സാർ. പിന്നെ ബാക്കി വന്ന കുറച്ച് തുരുമ്പിച്ച സാധനങ്ങളും പഴയ യൂണിഫോമും ഒക്കെ നമ്മുടെ സ്റ്റോർ റൂമിലെ മൂലയിലുണ്ട്. ആരും തിരിഞ്ഞു നോക്കാറില്ല. എനിക്കതൊന്ന് നോക്കണം. ഇപ്പോളോ? ആ മുറി തുറന്നിട്ട് തന്നെ മാസങ്ങളായി സാറേ. പൊടി പിടിച്ച് കിടക്കുകയാവും. സാരമില്ല, താക്കോലെടുക്ക്. സ്റ്റോർ റൂം സ്റ്റേഷൻ്റെ മുകളിലത്തെ നിലയിലാണ്. അവിടെ പഴയ വയർലെസ് സെറ്റുകളും ലാത്തികളും പിടിച്ചെടുത്തതും കോടതിയിൽ ഹാജരാക്കാത്തതുമായ തൊണ്ടിമുതലുകളുമാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. മുറി തുറന്നപ്പോൾ എലികൾ ഓടുന്ന ശബ്ദം കേട്ടു. പൊടിപടലങ്ങൾക്കിടയിലൂടെ സൂര്യപ്രകാശം ടോർച്ച് ലൈറ്റ് പോലെ വീഴുന്നുണ്ട്.
മൂലയിൽ പഴയൊരു തകരപ്പെട്ടിയിരിക്കുന്നു. അതിൽ ചോക്കുകൊണ്ട് PC 4305 രഘു എന്നെഴുതിയിരിക്കുന്നു. ഹരിദാസ് പെട്ടിക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. പെട്ടി പൂട്ടിയിട്ടില്ല. തുറന്നു നോക്കി. അതിൽ കീറിപ്പറഞ്ഞ കുറച്ച് പേപ്പറുകൾ, ഒരു പഴയ ടോർച്ച്, പിന്നെ മടക്കി വെച്ച ഒരു ഖാക്കി ഷർട്ട്. ഹരിദാസ് ആ ഷർട്ട് കയ്യിലെടുത്തു. രഘുവിൻ്റെ നെയിം ബോർഡ് ഇപ്പോഴും അതിലുണ്ട്. കത്തിലെ വരികൾ വീണ്ടും ഓർമ്മയിൽ വന്നു. തെളിവ് യൂണിഫോമിൽ കിട്ടും. അയാൾ ഷർട്ട് കുടഞ്ഞിട്ടു. പോക്കറ്റുകൾ പരിശോധിച്ചു. വലത്തെ പോക്കറ്റിലൊന്നുമില്ല. ഇടത്തെ പോക്കറ്റിലും. ഹരിദാസിന് നിരാശ തോന്നി. വെറുതെ തോന്നലുകൾക്ക് പുറകെ പോയി സമയം കളയുകയാണോ? ഷർട്ട് തിരികെ വയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് അയാൾ അത് ശ്രദ്ധിച്ചത്. ഷർട്ടിൻ്റെ കോളറിൻ്റെ അടിഭാഗത്ത് തുന്നലുകൾക്കടിയിൽ എന്തോ കട്ടി തോന്നുന്നു. സാധാരണ കോളറിന് ഇത്ര കട്ടിയുണ്ടാകില്ല. ഹരിദാസ് സൂക്ഷിച്ചു നോക്കി. തുന്നൽ വിട്ടുപോയെടുത്തു കൂടി ചെറിയൊരു പ്ലാസ്റ്റിക് കവർ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. അയാൾ വിറയ്ക്കുന്ന കൈകളോടെ ആ തുന്നൽ വലിച്ചു പൊട്ടിച്ചു. ഉള്ളിൽ നിന്ന് ചെറിയൊരു മെമ്മറി കാർഡ് താഴേക്ക് വീണു. കൂടെ ചുരുട്ടിവെച്ച ഒരു ചെറിയ കടലാസ് കഷ്ണവും. ഹരിദാസ് ആ കടലാസ് നിവർത്തി. രക്തം പുരണ്ട വിരലടയാളം അതിൽ പതിഞ്ഞിട്ടുണ്ട്. അതിലെഴുത്തുകളൊന്നും ഉണ്ടായിരുന്നില്ല. പകരം ഒരു ചിത്രം വരച്ചിരിക്കുകയായിരുന്നു. ഒരു കിണർ. കിണറിന് മുകളിൽ ഒരു കുരിശ്. ഇതെന്താണ്? പെട്ടെന്ന് സ്റ്റോർ റൂമിലെ വാതിൽ വലിയ ശബ്ദത്തോടെ അടഞ്ഞു. കാറ്റല്ല, കാരണം സ്റ്റോർ റൂമിന് ജനലുകളില്ല. മുറിയിൽ കൂരിരുട്ട്. വാതിലിൻ്റെ വിടവിലൂടെ വരുന്ന നേരിയ വെളിച്ചം മാത്രം. ഹരിദാസ് ഞെട്ടി എഴുന്നേറ്റു. ആരാത്? സുരേഷേ? മറുപടിയില്ല. പക്ഷേ ആ പെട്ടിക്കരിയിൽ നിന്ന് ഒരു ശ്വാസോച്ഛ്വാസം കേൾക്കാമായിരുന്നു. ഹരിദാസ് ടോർച്ച് തെളിച്ചു. പെട്ടിക്ക് മുകളിൽ നേരത്തെ ഇല്ലാതിരുന്ന ഒരു സാധനം ഇരിക്കുന്നു. ഒരു പോലീസ് തൊപ്പി. അത് രഘുവിൻ്റെ തൊപ്പിയാണ്. അത് ആ പെട്ടിയിലുണ്ടായിരുന്നില്ല എന്ന് ഉറപ്പാണ്. തൊപ്പിക്ക് താഴെ തറയിൽ നനഞ്ഞ പാദമുദ്രകൾ തെളിയാൻ തുടങ്ങി. ആരോ ഇപ്പോൾ മഴയത്ത് നടന്നു വന്നതുപോലെ. പാദമുദ്രകൾ ഹരിദാസിൻ്റെ നേരെ നടന്നു വരികയാണ്. ഒപ്പം ആ പഴയ മണം, ബീഡിയുടെയും നനഞ്ഞ യൂണിഫോമിൻ്റെയും ഗന്ധം. എന്നെ എന്തിനാ കൊന്നത് സാറേ? ശബ്ദം ഹരിദാസിൻ്റെ കാതുകളിലല്ല, തലച്ചോറിലാണ് മുഴങ്ങിയത്. അത് മനുഷ്യ ശബ്ദമായിരുന്നില്ല. കാറ്റും മഴയും ചേർന്നതുപോലൊരു വിലാപം. ഹരിദാസ് ഭയന്ന് പിന്നോട്ട് മാറി ചുമരിലിടിച്ചു. രഘു, നീ? എനിക്ക് വേദനിക്കുന്നു സാറേ, എൻ്റെ തല. മുറിയിലെ ഇരുട്ടിൽ 2 കണ്ണുകൾ തിളങ്ങുന്നതുപോലെ ഹരിദാസ് കണ്ടു. അത് മനുഷ്യൻ്റെ കണ്ണുകളായിരുന്നില്ല. പെട്ടെന്ന് വാതിൽ തുറക്കപ്പെട്ടു. സാർ? സുരേഷാണ്. കയ്യിൽ ഫയലുകളുമായി നിൽക്കുന്നു. എന്താ സാർ വാതിലടച്ചത്? ഈ ഇരുട്ടത്ത് എന്തു ചെയ്യുക? ഹരിദാസ് കണ്ണു തുറന്നു. മുറിയിൽ വെളിച്ചം വീണു. പെട്ടിക്ക് മുകളിൽ ആ തൊപ്പിയില്ല. തറയിൽ പാദമുദ്രകളില്ല. ആ മണവും പോയിരിക്കുന്നു. പക്ഷേ ഹരിദാസിൻ്റെ കയ്യിൽ വിയർപ്പിൽ കുതിർന്ന ആ മെമ്മറി കാർഡും കിണറിൻ്റെ ചിത്രമുള്ള കടലാസും ബാക്കിയുണ്ടായിരുന്നു. ഒന്നുമില്ല സുരേഷേ, ഹരിദാസ് കിതച്ചുകൊണ്ട് പറഞ്ഞു. നമുക്ക് താഴേക്ക് പോകാം. എനിക്ക് കുറച്ച് വെള്ളം വേണം. താഴേക്ക് നടക്കുമ്പോൾ ഹരിദാസ് തിരിഞ്ഞു നോക്കിയില്ല. പക്ഷേ അയാൾക്കറിയാമായിരുന്നു, ആ സ്റ്റോർ റൂമിലെ ഇരുട്ടിൽ താൻ കണ്ടുപിടിച്ച സത്യത്തിന് കാവലായി ഇപ്പോഴും ഒരാൾ നിൽക്കുന്നുണ്ടെന്ന്. ഹരിദാസിൻ്റെ ക്വാർട്ടേഴ്സ് സ്റ്റേഷനിൽ നിന്ന് 1/2 കിലോമീറ്റർ അകലെയാണ്. പഴയ പോലീസ് ലൈൻ. അവിവാഹിതനായതുകൊണ്ട് ഒറ്റയ്ക്കാണ് താമസം. അന്ന് രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് മുറിയിലെത്തിയപ്പോൾ സമയം 12 കഴിഞ്ഞിരുന്നു. പുറത്ത് മഴ കനക്കുകയാണ്. ഹൈറേഞ്ചിലെ കോടമഞ്ഞ് ജനൽ കമ്പികൾക്കിടയിലൂടെ മുറിയിലേക്ക് അരിച്ചു കയറുന്നുണ്ടായിരുന്നു. മുറിയിലെ മേശപ്പുറത്ത് തൻ്റെ ലാപ്ടോപ്പ് തുറന്നു വെച്ച് ഹരിദാസ് ഇരുന്നു. പോക്കറ്റിൽ നിന്ന് ആ ചെറിയ മെമ്മറി കാർഡ് പുറത്തെടുത്തു. കൈകൾ വല്ലാതെ വിയർക്കുന്നുണ്ട്. ഒരു ചെറിയ പ്ലാസ്റ്റിക് കഷ്ണത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവനെടുത്ത രഹസ്യമാണെന്ന ചിന്ത അയാളെ അസ്വസ്ഥനാക്കി. അയാൾ ആ മെമ്മറി കാർഡ് ലാപ്ടോപ്പിൽ കുത്തി. സ്ക്രീനിൽ ഒരു ഫോൾഡർ തെളിഞ്ഞു വന്നു. എവിഡൻസ് എന്ന പേരിൽ ഒരൊറ്റ ഫോൾഡർ. അതിൽ 3 ഓഡിയോ ഫയലുകൾ. റെക്കോർഡിംഗ് 1 MP3, റെക്കോർഡിംഗ് 2 MP3, ഫൈനൽ MP3. ഹരിദാസ് ഹെഡ്ഫോൺ ചെവിയിൽ വെച്ചു. വിറയ്ക്കുന്ന വിരൽ കൊണ്ട് ആദ്യത്തെ ഫയലിൽ ക്ലിക്ക് ചെയ്തു. ആദ്യം കേട്ടത് വലിയൊരു ഇരമ്പലായിരുന്നു. കാറ്റിൻ്റെ ശബ്ദം. പിന്നെ അവ്യക്തമായ സംസാരം.
സാറേ, ഇത് ശരിയല്ല. ആ പാവം ചെക്കനെ നമ്മൾ എന്തിനാ? അത് രഘുവിൻ്റെ ശബ്ദമാണ്. 3 വർഷങ്ങൾക്ക് ശേഷം ആ ശബ്ദം കേട്ടപ്പോൾ ഹരിദാസിൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു. തുടർന്ന് കേട്ടത് കനത്ത പരുക്കൻ ശബ്ദമാണ്. നീ കൂടുതൽ എന്നെ നിയമം പഠിപ്പിക്കാൻ വരണ്ട രഘു. മുകളിൽ നിന്നുള്ള ഓർഡറാണ്. ആ കേസ് ആത്മഹത്യയായി എഴുതി തള്ളണം, അല്ലെങ്കിൽ നിന്റെ പണി പോകും. ആ ശബ്ദം, അത് SI ജോസഫിൻ്റേതാണ്, സംശയമില്ല. ഹരിദാസ് ശ്വാസം അടക്കി പിടിച്ചു. 2ാമത്തെ ഫയൽ പ്ലേ ചെയ്തു. ഇത്തവണ പശ്ചാത്തലം വ്യക്തമാണ്. ഒരു മുറിക്ക് അകത്തുള്ളതുപോലെയുള്ള ശബ്ദം. ഫാനിൻ്റെ കുറുകുറുപ്പ് കേൾക്കാം. രഘു, നിനക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ആ പെണ്ണുമ്പിളയുടെ മൊഴി മാറ്റി എഴുതണം. MLAയുടെ മകനാണിതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നമ്മൾ വിചാരിച്ചാൽ അവനെ രക്ഷിക്കാം. നിനക്കുള്ള പങ്ക് കൃത്യമായി കിട്ടും. ഇത് മറ്റൊരു ശബ്ദമാണ്. പ്രദേശത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാവായ വർക്കിച്ചൻ. 3ാമത്തെ ഫയൽ, ഫൈനൽ MP3. ഹരിദാസ് അതിൽ ക്ലിക്ക് ചെയ്തു. പക്ഷെ അത് പ്ലേ ആയില്ല. ലാപ്ടോപ്പ് സ്ക്രീൻ പെട്ടെന്ന് കറുത്തുപോയി. സ്പീക്കറിൽ നിന്ന് കർക്കശമായ ഒരു സ്റ്റാറ്റിക് നോയ്സ് വരാൻ തുടങ്ങി. ഹെഡ്ഫോൺ വലിച്ചൂരിയിട്ടും ആ ശബ്ദം നിലച്ചില്ല. അത് ലാപ്ടോപ്പിൽ നിന്നല്ല, മുറിക്കുള്ളിലെവിടെയോ നിന്ന് വരുന്നത് പോലെ. പെട്ടെന്ന് മുറിയിലെ ലൈറ്റ് അണഞ്ഞു. ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നില്ല. കൂരിരുട്ട്. ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ മാത്രം മിന്നിത്തെളിയുന്നു. ആ മങ്ങിയ വെളിച്ചത്തിൽ ഹരിദാസ് കണ്ടു, തൻ്റെ കസാരയ്ക്ക് തൊട്ടു പിന്നിലായി കണ്ണാടിയിൽ ഒരു നിഴൽ. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ രൂപം. തൊപ്പി വെച്ചിട്ടുണ്ട്. തല കുനിച്ചു നിൽക്കുന്നു. ഹരിദാസ് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ആരുമില്ല. പക്ഷേ മുറിയിലെ താപനില വല്ലാതെ കുറഞ്ഞിരുന്നു. അസഹനീയമായ തണുപ്പ്. തൊട്ടടുത്തു നിന്ന് വളരെ വ്യക്തമായി ആരോ മന്ത്രിച്ചു. താഴെ ആ കിണറ്റിൽ. ആ ശബ്ദം കാതുകളിലല്ല, മനസ്സിലെവിടെയോ ആണ് പതിഞ്ഞത്. അത് രഘുവിൻ്റെ ശബ്ദമായിരുന്നില്ല. മരണത്തിൻ്റെ തണുപ്പുള്ള ഈ ലോകത്തിൻ്റേതല്ലാത്ത ഒരു ശബ്ദം. ലാപ്ടോപ്പ് സ്ക്രീൻ പൂർണ്ണമായും ഓഫായി. ഹരിദാസ് മൊബൈൽ ടോർച്ച് തെളിച്ചു. വെളിച്ചം വിറയ്ക്കുന്നുണ്ടായിരുന്നു. മേശപ്പുറത്ത് വെച്ചിരുന്ന വെള്ളം നിറച്ച ഗ്ലാസ് മറിഞ്ഞു വീണ് കിടക്കുന്നു. വെള്ളം മേശയിലൂടെ ഒഴുകി ലാപ്ടോപ്പിലേക്ക് പടരുന്നു. ഹരിദാസ് ആ ഗ്ലാസ് തൊട്ടിട്ടു പോലും ഇല്ലായിരുന്നു. അന്ന് രാത്രി അയാൾ ഉറങ്ങിയില്ല. കട്ടിലിൽ കിടക്കുമ്പോൾ തൊട്ടടുത്ത മുറിയിൽ ആരോ നടക്കുന്നത് പോലെ തോന്നി. കനത്ത ബൂട്ടിട്ട കാലുകൾ തറയിൽ ഉരസുന്ന ശബ്ദം. ആ ശബ്ദം മുറിയുടെ വാതിലിന് മുന്നിൽ വന്നു നിന്നു. വാതിലിൻ്റെ അടിയിലൂടെ ഒരു നിഴൽ അനങ്ങുന്നതുപോലെ. ഹരിദാസ് തോക്കെടുത്ത് കയ്യിൽ പിടിച്ചു. ആരടാ ഇവിടെ? അയാൾ ആക്രോശിച്ചു. മറുപടിയില്ല. പക്ഷേ വാതിലിൻ്റെ പിടി പതുക്കെ താഴേക്ക് അമരുന്നത് അയാൾ കണ്ടു. പൂട്ടിയിട്ടിരുന്ന വാതിൽ ആരോ പുറത്തുനിന്ന് തുറക്കാൻ ശ്രമിക്കുന്നത് പോലെ. ഹരിദാസ് ശ്വാസമടക്കി പിടിച്ച് കാഞ്ചിയിൽ വിരൽ വെച്ചു. 1 മിനിറ്റ്, 2 മിനിറ്റ്. പിടി പൂർവ്വസ്ഥിതിയിലായി. നിഴൽ മാഞ്ഞുപോയി. പിന്നെ കേട്ടത് ദൂരെ എവിടെയോ ഒരു നായ ഓരിയിടുന്ന ശബ്ദം മാത്രമാണ്. പിറ്റേന്ന് രാവിലെ ഉറക്കമില്ലാത്ത രാത്രിയുടെ ക്ഷീണം ഹരിദാസിൻ്റെ മുഖത്തുണ്ടായിരുന്നു. എങ്കിലും അയാൾ സ്റ്റേഷനിലേക്ക് പോയില്ല. പകരം തൻ്റെ പഴയ ബുള്ളറ്റുമെടുത്ത് ടൗണിലെ ലൈബ്രറിയിലേക്ക് പോയി. കയ്യിൽ രഘു വരച്ച ആ ചിത്രമുണ്ടായിരുന്നു. ഒരു പഴയ കിണർ, അതിനു മുകളിൽ ഒരു കുരിശ്. ഹൈറേഞ്ചിൽ കുരിശുകളുള്ള സ്ഥലങ്ങൾക്ക് പഞ്ഞമില്ല. പക്ഷെ കിണറിന് മുകളിൽ കുരിശുള്ള സ്ഥലം, അതൊരു അപൂർവതയാണ്. ലൈബ്രറിയൻ മത്തായിച്ചൻ പഴയൊരു ചിത്രകാരൻ കൂടിയാണ്. മത്തായിച്ച, ഇങ്ങനൊരു സ്ഥലം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഹരിദാസ് ചിത്രം കാണിച്ചു. മത്തായിച്ചൻ കണ്ണട മൂക്കിലേക്ക് താഴ്ത്തി വെച്ച് ചിത്രം സൂക്ഷിച്ചു നോക്കി. ഇത് മുല്ലയ്ക്കൽ എസ്റ്റേറ്റിൻ്റെ അതിർത്തിയിലുള്ള പഴയ സെമിത്തേരിയല്ലേ? സെമിത്തേരിയോ? അതെ, ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതതാണ്. അവിടെ ഒരു ചാപ്പലും അതിനോട് ചേർന്ന് വലിയൊരു കിണറുമുണ്ടായിരുന്നു. പണ്ടേതോ സായിപ്പിൻ്റെ മകൾ ആ കിണറ്റിൽ വീണു മരിച്ചു. അതിനുശേഷം ആ കിണർ മൂടി. അതിനു മുകളിൽ ഒരു കരിങ്കൽ കുരിശ് സ്ഥാപിച്ചു എന്നാണ് കഥ. പക്ഷേ ഇപ്പോൾ ആ സ്ഥലം കാട് പിടിച്ച് കിടക്കുകയാണ്. ആരും അങ്ങോട്ട് പോകാറില്ല. മുല്ലയ്ക്കൽ എസ്റ്റേറ്റ് വർക്കിച്ചൻ എന്ന രാഷ്ട്രീയക്കാരൻ്റെ ബിനാമി സ്വത്താണത് എന്ന് ഹരിദാസിന് അറിയാമായിരുന്നു. കാര്യങ്ങൾ വ്യക്തമാകുന്നു. ഹരിദാസ് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. മുല്ലയ്ക്കൽ എസ്റ്റേറ്റിലേക്ക് ഏകദേശം 20 കിലോമീറ്റർ ദൂരമുണ്ട്.
വിജനമായ മലമ്പ്രദേശം. യാത്രയിൽ ഉടനീളം ഹരിദാസിന് തന്നെ ആരോ പിന്തുടരുന്നതായി തോന്നി. റിയർവ്യൂ മിററിൽ നോക്കുമ്പോൾ വിജനമായ റോഡ് മാത്രം. പക്ഷെ കാറ്റിൽ പറന്നു വരുന്ന കരിയിലകൾക്ക് പോലും ഒരു പ്രത്യേക താളമുണ്ടായിരുന്നു. മുന്നറിയിപ്പിൻ്റെ താളം. എസ്റ്റേറ്റിൻ്റെ കവാടം കടന്ന് തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള പഴയ മണ്ണ് റോഡിലൂടെ ബുള്ളറ്റ് നീങ്ങി. കോടമഞ്ഞ് കാരണം വഴി കാണാൻ പ്രയാസമാണ്. കുറേ ദൂരം ചെന്നപ്പോൾ റോഡ് അവസാനിച്ചു. ഇനി നടക്കണം. ഇരുവശത്തും കൂറ്റൻ മരങ്ങൾ. സൂര്യപ്രകാശം മണ്ണിൽ പതിക്കുന്നില്ല. വഴുവഴുപ്പുള്ള പാറക്കെട്ടുകൾ കടന്ന് ഹരിദാസ് മുന്നോട്ട് നടന്നു. പെട്ടെന്ന് അന്തരീക്ഷത്തിനൊരു മാറ്റം. പക്ഷികളുടെ ശബ്ദം നിലച്ചു. കാറ്റ് പോലും നിശ്ചലമായി. മുന്നിൽ കാടിൻ്റെ നടുവിൽ തകർന്നു വീഴാറായ ഒരു ചെറിയ ചാപ്പൽ. അതിന് തൊട്ടുമുന്നിലായി കാട് മൂടിയ ഒരു കരിങ്കൽ നിർമ്മിതി. ഹരിദാസ് അങ്ങോട്ട് നടന്നു. കാട് അകഞ്ഞു മാറ്റിയപ്പോൾ അയാളത് കണ്ടു. ചിത്രത്തിൽ കണ്ട അതേ കിണർ, വട്ടത്തിലുള്ള കരിങ്കൽ കെട്ട്. അതിനു മുകളിൽ വലിയൊരു കരിങ്കൽ സ്ലാബ് അടച്ചു വച്ചിരിക്കുന്നു. ആ സ്ലാബിനു മുകളിൽ പഴയ പായൽ പിടിച്ച ഒരു കുരിശ്. ഹരിദാസ് കിണറിന് ചുറ്റും നടന്നു. ഇവിടെയാണ് എന്തോ സംഭവിച്ചത്. മണ്ണിന് ഇപ്പോഴും ഒരു പ്രത്യേക ഗന്ധമുണ്ട്. അഴുകിയ ഇലകളുടെയും മറ്റെന്തോ ഒന്നിൻ്റെയും. സ്ലാബിൻ്റെ ഒരു വശത്ത് സിമൻ്റ് ഇളകിയിട്ടുണ്ട്. ആരോ അത് മാറ്റിവെക്കാൻ ശ്രമിച്ചതുപോലെ, അല്ലെങ്കിൽ മാറ്റിയിട്ട് തിരികെ വെച്ചതുപോലെ. ഹരിദാസ് സ്ലാബിൽ കൈവച്ചു. തണുത്തുറഞ്ഞ കല്ല്. ആ നിമിഷം അയാളുടെ പോക്കറ്റിലിരുന്ന ഫോൺ ശബ്ദിച്ചു. നിശബ്ദമായ ആ കാട്ടിൽ റിംഗ് ടോൺ ഒരു വെടിയച്ച പോലെ മുഴങ്ങി. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് കണ്ട് ഹരിദാസ് ഞെട്ടി. XSI ജോസഫ്. ഹരിദാസ് കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ജോസഫ് സാർ. മറുപുറത്ത് കനത്ത നിശ്വാസം മാത്രം. ഹരിദാസ്, നീ എവിടെയാ? ജോസഫിൻ്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് പണ്ട് കേട്ടിരുന്ന ആ ഗാംഭീര്യമുള്ള ശബ്ദമായിരുന്നില്ല. ഭയന്നു വിറങ്ങലിച്ച ഒരു മനുഷ്യൻ്റെ നിലവിളിയായിരുന്നു അത്. ഞാൻ പുറത്താണ് സാർ. എന്താ കാര്യം? ഹരിദാസ് ചോദിച്ചു. കള്ളം പറയരുത് ഹരിദാസ്. നീ എവിടെയുണ്ട്? മുല്ലക്കല്ലിൽ അല്ലേ? ഹരിദാസ് സ്തബ്ധനായി. ജോസഫ് എങ്ങനെ ഇതറിഞ്ഞു? നീ അവിടേക്ക് പോകരുത്. തിരിച്ചു പോ. അവനെ ഉണർത്തരുത്. ജോസഫ് അലറുകയായിരുന്നു. ആരെ സാർ? രഘുവിനെയാണോ? അവൻ എന്നെ വിടുന്നില്ല ഹരിദാസ്. രാത്രി തോറും അവൻ വരുന്നു. എൻ്റെ കട്ടിലിനരികിൽ വന്നു നിൽക്കും. തലയോട്ടി പൊട്ടി ചോര ഒലിപ്പിച്ചുകൊണ്ട് എന്നോട് ചോദിക്കും, എൻ്റെ യൂണിഫോം എവിടെ സാറേ എന്ന്. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ജോസഫ് കരയുകയായിരുന്നു, ഒരു കുഞ്ഞിനെപ്പോലെ. സാർ, സത്യം പറയൂ, രഘുവിൻ്റെ മൃതദേഹം ഈ കിണറ്റിലാണോ? ഹരിദാസ് കടുപ്പിച്ച് ചോദിച്ചു. ഒരു നിമിഷത്തെ നിശബ്ദത. പിന്നെ ജോസഫ് മന്ത്രിച്ചു. അല്ല, ശരീരം അവിടെയില്ല. പക്ഷേ അവൻ്റെ ആത്മാവ് അവിടെയാണ് കുടുങ്ങിയിരിക്കുന്നത്. അവിടെ വെച്ചാണ് അവനെ ഞങ്ങൾ കൊന്നത്. എന്നിട്ട് അവൻ്റെ ശരീരം എവിടെ? അതാ കിണറ്റിൻ്റെ അടിയിൽ പഴയൊരു തുരങ്കമുണ്ട്. സായിപ്പിൻ്റെ കാലത്തെ രഹസ്യ തുരങ്കം. വർക്കിച്ചൻ അതറിയാം. അങ്ങോട്ടാണ് തള്ളിയിട്ടത്. ആരും കണ്ടുപിടിക്കില്ലെന്ന് കരുതി. പക്ഷേ പെട്ടെന്ന് ഫോണിലൂടെ ഒരു ശബ്ദം കേട്ടു. ജോസഫിൻ്റെ വീട്ടിലെ വാതിൽ തുറക്കുന്ന ശബ്ദം. അവൻ വന്നു ഹരിദാസ്. അവൻ വന്നു. എൻ്റെ തോക്ക് ഞാനെടുത്തു. ഇനി വയ്യ. സാർ വേണ്ട, ബോഷ്ക്ക് കാണിക്കരുത്. ഒരു വെടിയൊച്ച കേട്ടു. പിന്നെ ഫോൺ നിലത്തു വീഴുന്ന ശബ്ദം. തുടർന്ന് ലൈൻ കട്ടായി. ഹരിദാസ് ഫോൺ ചെവിയിൽ നിന്ന് മാറ്റി. കൈകൾ വിറയ്ക്കുന്നു. ആ കാട്ടിൽ താൻ ഒറ്റയ്ക്കാണ്. അല്ല, ഒറ്റയ്ക്കല്ല. ജോസഫ് മരിച്ച ആ നിമിഷം മുല്ലക്കൽ എസ്റ്റേറ്റിലെ ആ കാറ്റിലൊരു ചെറിയ മാറ്റം വന്നു. മരങ്ങൾക്കിടയിലൂടെ ഒരു ചൂടുള്ള കാറ്റ് വീശിയടിച്ചു. കരിയിലകൾ ചുഴലിക്കാറ്റ് പോലെ വട്ടത്തിൽ കറങ്ങാൻ തുടങ്ങി. കിണറിൻ്റെ സ്ലാബിനടിയിൽ നിന്ന്, ഭൂമിക്കടിയിൽ നിന്ന് ഒരു മുരൾച്ച കേട്ടു. സന്ധ്യ മയങ്ങുകയാണ്. വെളിച്ചം കുറഞ്ഞു വരുന്നു. ഹരിദാസ് ആ കിണറിൻ്റെ സ്ലാബ് നീക്കാൻ ശ്രമിച്ചു. ഒറ്റയ്ക്ക് സാധിക്കില്ല. കരിങ്കല്ലിന് അത്രയേറെ ഭാരമുണ്ട്. പക്ഷേ അയാൾക്കത് തുറന്നേ മതിയാകുമായിരുന്നുള്ളൂ. തൻ്റെ ബുള്ളറ്റിൽ നിന്ന് ഒരു പഴയ ക്രോബാർ എടുത്തുകൊണ്ടുവന്നു. സർവശക്തിയുമെടുത്ത് സ്ലാബിൻ്റെ വിടവിലൂടെ കമ്പി കയറ്റി. രഘു, നിനക്ക് നീതി വേണമെങ്കിൽ എന്നെ സഹായിക്കേ, അയാൾ മനസ്സിൽ പറഞ്ഞു.
സാധാരണ 4 പേർ ചേർന്നെങ്കിൽ മാത്രമേ അനക്കാൻ കഴിയൂ എന്ന് തോന്നിച്ച ആ സ്ലാബ് ഹരിദാസിൻ്റെ ചെറിയൊരു ബലപ്രയോഗത്തിൽ തെന്നിമാറി. കല്ല് മാറിപ്പോയതും കിണറ്റിൽ നിന്ന് വവ്വാലുകൾ കൂട്ടത്തോടെ പുറത്തേക്ക് പറന്നു. ഹരിദാസ് മുഖം പൊത്തി താഴെയിരുന്നു. വവ്വാലുകൾ പോയ ശേഷം അയാൾ ടോർച്ച് കിണറ്റിലേക്ക് തെളിച്ചു. ആഴമില്ലാത്ത കിണർ, താഴെ വെള്ളമില്ല, കുറേ പ്ലാസ്റ്റിക് കവറുകളും മണ്ണും കല്ലുകളും മാത്രം. പക്ഷെ ഒരു വശത്ത് ജോസഫ് പറഞ്ഞതുപോലെ മണ്ണിടിഞ്ഞതുപോലെയുള്ളൊരു ദ്വാരമുണ്ട്, തുരങ്കത്തിലേക്കുള്ള വഴി. ഹരിദാസ് അരയിൽ നിന്ന് കയറെടുത്തു. അത് അറ്റത്തുള്ള മരത്തിൽ കെട്ടി, മറ്റേ അറ്റം അരയിൽ ചുറ്റി. അയാൾ കിണറ്റിനുള്ളിലേക്ക് ഇറങ്ങി. ഓരോ അടി താഴേക്ക് പോകുമ്പോഴും ശ്വാസം കിട്ടാൻ പ്രയാസമായി. താഴെ എത്തി. ടോർച്ച് വെളിച്ചത്തിൽ അയാൾ ആ തുരങ്കത്തിലേക്ക് നോക്കി. ഇടുങ്ങിയ വഴി, ഒരാൾക്ക് കഷ്ടിച്ച് നൂഴ്ന്നു കടക്കാം. മണ്ണിന് രൂക്ഷമായ ഗന്ധം. ഹരിദാസ് ഉള്ളിലേക്ക് കയറി. 10 മീറ്റർ നീങ്ങിയപ്പോൾ തുരങ്കം അവസാനിക്കുന്നത് ഒരു ചെറിയ അറയിലാണ്. അവിടെ ഒരു ചാക്കുകെട്ട് കിടക്കുന്നു. കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ചു തുടങ്ങിയ ചാക്ക്. അതിൽ നിന്ന് ഒരു കൈ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എല്ലുകൾ മാത്രം ബാക്കിയായ ഒരു കൈ. ആ കൈയിൽ ഹരിദാസ് ടോർച്ച് അടുത്തു പിടിച്ചു. ആ കൈയിലെ വിരലിൽ ഒരു മോതിരമുണ്ട്, ചെമ്പുമോതിരം. അതിൽ 6 എന്ന് കുത്തിയിരിക്കുന്നു. രഘു. ഹരിദാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പേടിയല്ല, സങ്കടമാണ് വന്നത്. ഞാൻ നിന്നെ കണ്ടെത്തി രഘു. അയാൾ ആ അസ്ഥികൂടത്തിനടുത്തേക്ക് നീങ്ങി. പെട്ടെന്ന് ടോർച്ച് വെളിച്ചം മിന്നാൻ തുടങ്ങി. അറയിലെ മണ്ണിൽ നിഴലുകൾ രൂപപ്പെടുന്നു. ഹരിദാസ് തല ഉയർത്തി നോക്കി. തൻ്റെ മുന്നിൽ ആ ഇടുങ്ങിയ ഗുഹയിൽ ഒരാൾ നിൽക്കുന്നു. അസ്ഥികൂടമല്ല, മാംസവും രക്തവുമുള്ള മനുഷ്യൻ. പോലീസ് യൂണിഫോം ധരിച്ച, തലയിൽ നിന്ന് ചോര ഒലിക്കുന്ന ഒരു രൂപം. രഘു. അവൻ ഹരിദാസിനെ നോക്കി ചിരിക്കുന്നില്ല, കരയുന്നില്ല. അവൻ്റെ കണ്ണുകളിൽ ശൂന്യത മാത്രം. അവൻ വിരൽ ചൂണ്ടിയത് ഹരിദാസിൻ്റെ പിന്നിലേക്കാണ്, തുരങ്കത്തിൻ്റെ പ്രവേശന കവാടത്തിലേക്ക്. ഹരിദാസ് തിരിഞ്ഞു നോക്കി. അവിടെ തുരങ്കത്തിൻ്റെ വായഭാഗത്ത് മറ്റൊരു വെളിച്ചം, ടോർച്ചിൻ്റെ വെളിച്ചം. പിന്നെ ഒരു ശബ്ദം. ഹരിദാസ് സാർ, അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ആ ശബ്ദം വർക്കിച്ചൻ, രാഷ്ട്രീയക്കാരനായ വർക്കിച്ചൻ. കൂടെ ഗുണ്ടകളെന്ന് തോന്നിക്കുന്ന 2 പേർ. പഴയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയെന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതാ. ജോസഫ് പേടിത്തൊണ്ടനാണ്, അവൻ ചത്തു. പക്ഷേ സാറിനെ ഞാൻ വെറുതെ വിടില്ല. വർക്കിച്ചൻ ചിരിച്ചു. ആ കിണർ തന്നെ സാറിൻ്റെയും ശവക്കല്ലറയാകും. മൂടടാ സ്ലാബ്. മുകളിൽ നിന്ന് വലിയൊരു ശബ്ദം. കിണറിൻ്റെ വായഭാഗം ഇരുളടഞ്ഞു. സ്ലാബ് തിരിച്ചു വെച്ചു. ഹരിദാസ് ആ ഗുഹയിൽ രഘുവിൻ്റെ അസ്ഥികൂടത്തിനൊപ്പം ഭൂമിക്കടിയിൽ കുടുങ്ങി. എങ്ങും ഇരുട്ട്. ഓക്സിജൻ കുറഞ്ഞു വരുന്നു. പക്ഷേ ഹരിദാസ് ടോർച്ച് ഓഫ് ചെയ്തു. ഇരുട്ടിൽ അയാൾക്ക് തൊട്ടുമുന്നിൽ 2 ചുവന്ന കണ്ണുകൾ തെളിയുന്നത് കണ്ടു. രഘുവിൻ്റെ ആത്മാവ്. അത് ഹരിദാസിനെ നോക്കിയല്ല, മുകളിലെ സ്ലാബ് നോക്കിയാണ് നിൽക്കുന്നത്. ആ അസ്ഥികൂടത്തിൽ നിന്ന് ഒരു നീല വെളിച്ചം പതുക്കെ ഉയർന്നു വന്നു. ഭൂമിക്കടിയിലെ മണ്ണ് വിറയ്ക്കാൻ തുടങ്ങി. മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്തത് മരിച്ചവർക്ക് ചെയ്യാൻ കഴിയും. വർക്കിച്ചനും കൂട്ടരും മുകളിൽ വിജയം ആഘോഷിക്കുമ്പോൾ അവർ അറിഞ്ഞിരുന്നില്ല, അവർ കുഴിച്ചു മൂടിയത് ഒരു പോലീസുകാരനെയല്ല, ഒരു ശാപത്തെയാണെന്ന്. ഭൂമിക്കടിയിലെ ഇരുട്ടിന് വല്ലാത്തൊരു ഘനമുണ്ടായിരുന്നു. കിണറിൻ്റെ മുകളിലെ സ്ലാബ് അടഞ്ഞതോടെ പുറം ലോകവുമായുള്ള അവസാനത്തെ വെളിച്ചവും അണഞ്ഞു. ഹരിദാസ് തൻ്റെ മൊബൈൽ ടോർച്ച് വീണ്ടും തെളിച്ചു. ബാറ്ററി ചുവന്ന സിഗ്നൽ കാണിക്കുന്നു. വെറും 10% മാത്രം ചാർജ് ബാക്കി. ഓക്സിജൻ കുറഞ്ഞു വരുന്നത് അയാൾ അറിഞ്ഞു തുടങ്ങി. നെഞ്ചിൽ വലിയൊരു ഭാരം കയറ്റി വെച്ചതുപോലെ. തൊട്ടടുത്ത് വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട തൻ്റെ സഹപ്രവർത്തകൻ്റെ അസ്ഥികൂടം. ആ അസ്ഥികൂടത്തിൻ്റെ വിരലിലെ മോതിരം ടോർച്ച് വെളിച്ചത്തിൽ തിളങ്ങി. ഹരിദാസ് ഭയപ്പെട്ടില്ല. മരണഭയം അയാളെ വിട്ടുപോയിരുന്നു. പകരം വല്ലാത്തൊരു ശാന്തത അയാളിൽ നിറഞ്ഞു. രഘു, അയാൾ കിതച്ചുകൊണ്ട് വിളിച്ചു. നമ്മളിവിടെ തീരില്ല. എനിക്ക് വാക്കുതാ, നമ്മൾ പുറത്തെത്തും. ആ നിമിഷം നേരത്തെ കണ്ട ആ നീല വെളിച്ചം, അത് തുരങ്കത്തിൻ്റെ എതിർദിശയിലേക്ക് നീങ്ങി. ഹരിദാസ് ആ വെളിച്ചത്തെ പിന്തുടരാൻ തീരുമാനിച്ചു. അയാൾ ആ അസ്ഥികൂടത്തിൻ്റെ കയ്യിൽ നിന്ന് ആ മോതിരം ഊരിയെടുത്തു. പിന്നെ തെളിവായി ആ തലയോട്ടിയും തൻ്റെ ഷർട്ടിനുള്ളിലാക്കി. അയാൾ മുട്ടിലിഴഞ്ഞു.
തുരങ്കം മുന്നോട്ടു പോകുന്തോറും ഇടുങ്ങി വന്നു. ശ്വാസം കിട്ടാതെ തല കറങ്ങുന്നുണ്ടായിരുന്നു. വായുവിൽ മീഥൈൻ വാതകത്തിൻ്റെ ഗന്ധം. പെട്ടെന്ന് തുരങ്കത്തിൻ്റെ മേൽക്കൂരയിൽ നിന്ന് വെള്ളം ഇറ്റിറ്റു ഇഴാൻ തുടങ്ങി. പുറത്ത് മഴ കനക്കുകയാണ്. ആ വെള്ളത്തുള്ളികൾക്ക് മണ്ണിൻ്റെ രുചിയായിരുന്നു. അത് ഹരിദാസിന് പ്രതീക്ഷ നൽകി. വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ വായുസഞ്ചാരത്തിന് എവിടെയോ ഒരു വിടവുണ്ട്. ഏകദേശം 20 മീറ്റർ ഇഴഞ്ഞപ്പോൾ തുരങ്കം അവസാനിച്ചത് പഴയൊരു ഓവുചാലിലേക്കാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് എസ്റ്റേറ്റിലെ വെള്ളം ഒഴുക്കിക്കളയാൻ ഉണ്ടാക്കിയ ഡ്രെയിനേജ് സിസ്റ്റം. പക്ഷെ അതിൻ്റെ വായഭാഗം ഉരുളൻ കല്ലുകൾ വീണ് അടഞ്ഞു കിടക്കുകയായിരുന്നു. ഹരിദാസ് തളർന്നു വീണു. കൈകാലുകൾ അനങ്ങുന്നില്ല. ടോർച്ച് ഓഫായി. കൂരിരുട്ട്. എല്ലാം കഴിഞ്ഞു, ഹരിദാസ് വിചാരിച്ചു. കണ്ണുകൾ അടഞ്ഞു പോകുന്നു. പക്ഷേ അപ്പോൾ ആ ഇരുട്ടിൽ അയാൾ ഒരു സ്പർശം അറിഞ്ഞു. തണുത്തുറഞ്ഞ എന്നാൽ ബലമുള്ള ഒരു കൈ അയാളുടെ തോളിൽ പിടിച്ചു കുലുക്കുന്നു. എഴുന്നേൽക്ക് സാറേ, ഉറങ്ങല്ലേ. രഘുവിൻ്റെ ശബ്ദം. ഇത്തവണ അത് വേദന നിറഞ്ഞതായിരുന്നില്ല. അതൊരു കമാൻഡായിരുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മറ്റൊരു ഉദ്യോഗസ്ഥന് നൽകുന്ന ഒരു ഓർഡർ. ഹരിദാസ് ഞെട്ടി കണ്ണു തുറന്നു. അടഞ്ഞുകിടന്ന കല്ലുകൾക്കിടയിലൂടെ മഴവെള്ളം ശക്തിയായി ഉള്ളിലേക്ക് ചീറ്റുന്നു. പുറത്ത് ഉരുൾ പൊട്ടുന്നത് പോലെയുള്ള ശബ്ദം. ഹൈറേഞ്ചിലെ കനത്ത മഴ മണ്ണിനെ കുതിർത്തിരിക്കുന്നു. ഹരിദാസ് തൻ്റെ സർവ്വശക്തിയുമെടുത്ത് കയ്യിലുണ്ടായിരുന്ന ക്രോബാർ കൊണ്ട് ആ കല്ലുകൾക്കിടയിൽ ആഞ്ഞുകുത്തി. ഒരു തവണ, 2 തവണ. മണ്ണയഞ്ഞു. പെട്ടെന്ന് വലിയൊരു ശബ്ദത്തോടെ ആ കല്ലുകൾ പുറത്തേക്ക് തെറിച്ചുപോയി. കൂടെ ചെളിവെള്ളത്തിൻ്റെ ഒരു പ്രവാഹം ഹരിദാസിനെ പുറത്തേക്ക് തള്ളി. അയാൾ തെറിച്ചു വീണത് കാട്ടിലെ ഒരു ചാലിലേക്കാണ്. മുകളിലെ മഴ അയാളുടെ മുഖത്തടിച്ചു. ശുദ്ധവായു. ഹരിദാസ് ആർത്തിയോടെ ശ്വാസം വലിച്ചു. തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആ തലയോട്ടിയും സുരക്ഷിതമാണ്. പക്ഷെ എഴുന്നേൽക്കാൻ വയ്യ. ദൂരെ എസ്റ്റേറ്റ് ബംഗ്ലാവിലെ വെളിച്ചം കാണാം. വർക്കിച്ചൻ അവിടെയുണ്ടാകും. മുല്ലയ്ക്കൽ എസ്റ്റേറ്റിലെ ബംഗ്ലാവിൽ ആഘോഷമായിരുന്നു. വർക്കിച്ചനും ഗുണ്ടകളും മദ്യപിക്കുകയാണ്. അവനും തീർന്നു. ഇനി ആരും ചോദിക്കാൻ വരില്ല. വർക്കിച്ചൻ ഗ്ലാസ് ഉയർത്തി. പക്ഷെ അയാളുടെ കൈ ഉറയ്ക്കുന്നുണ്ടായിരുന്നു. ജോസഫ് മരിച്ച വാർത്ത ടി വിയിൽ ഫ്ലാഷ് ന്യൂസായി പോകുന്നുണ്ട്. വിരമിച്ച SI ആത്മഹത്യ ചെയ്തു. അതൊരു ആശ്വാസമാണ്. ജോസഫ് വായ തുറക്കില്ല. ഹരിദാസ് മണ്ണിനടിയിലും. പെട്ടെന്നാണ് കറണ്ട് പോയത്. ബംഗ്ലാവ് ഇരുട്ടിലായി. ജനറേറ്റർ ഓണാകുന്നില്ല. ഇതെന്താ, പോയി നോക്കടാ, വർക്കിച്ചൻ അലറി. ഗുണ്ടകൾ ടോർച്ചുമായി പുറത്തേക്ക് പോയി. വർക്കിച്ചൻ തനിച്ചായി. പുറത്ത് കാറ്റിൻ്റെ ഇരമ്പൽ. ജനലുകൾ അടിച്ചടയുന്നു. മേശപ്പുറത്തിരുന്ന മെഴുകുതിരി വെളിച്ചത്തിൽ വർക്കിച്ചൻ തൻ്റെ നിഴൽ ചുവരിൽ കണ്ടു. പക്ഷേ ആ നിഴലിന് 2 തലകളുണ്ടോ? വർക്കിച്ചൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ആരുമില്ല. പക്ഷേ മുറിയിൽ പെട്ടെന്ന് ഒരു നാറ്റം പരന്നു. നനഞ്ഞ മണ്ണിൻ്റെയും പഴയ യൂണിഫോമിൻ്റെയും നാറ്റം. ആരടാ ഇവിടെ? വർക്കിച്ചൻ തോക്കെടുത്ത് കയ്യിൽ പിടിച്ചു. എൻ്റെ യൂണിഫോം എവിടെ? ശബ്ദം വന്നത് വർക്കിച്ചൻ്റെ തൊട്ടുപിന്നിൽ നിന്നാണ്. അയാൾ വെടിയുതിർത്തു. വെടിയുണ്ടകൾ ചുമരിൽ തുളച്ചു കയറി. ആരുമില്ല. വർക്കിച്ചൻ വിയർത്തു കുളിച്ചു. അയാൾ ഹാളിലേക്ക് ഓടി. ഹാളിലെ വലിയ സോഫയിൽ അവിടെ ഒരാളിരിക്കുന്നു. ചെളിയിൽ കുളിച്ച, കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച ഒരാൾ. അയാളുടെ മടിയിൽ ഒരു തലയോട്ടിയിരിക്കുന്നു. അത് ഹരിദാസ് ആയിരുന്നു. വർക്കിച്ചൻ സ്തംഭിച്ചുപോയി. നീ ചത്തില്ലേ? ഹരിദാസ് പതുക്കെ തലയുയർത്തി. അയാളുടെ കണ്ണുകൾ ചുവന്നിരുന്നു. പോലീസുകാർക്ക് മരണമില്ല വർക്കിച്ച, ട്രാൻസ്ഫർ മാത്രമേയുള്ളൂ. ഹരിദാസിൻ്റെ ശബ്ദത്തിന് വല്ലാത്തൊരു ഗാംഭീര്യമുണ്ടായിരുന്നു. എന്നെ കൊല്ലാൻ നോക്കുവാണോടാ പട്ടി? വർക്കിച്ചൻ തോക്ക് ഹരിദാസിന് നേരെ നീട്ടി. എന്നെ കൊല്ലാൻ നിനക്ക് പറ്റില്ല, കാരണം ഞാൻ തരിച്ചല്ല. ഹരിദാസ് ചിരിച്ചു. ആ ചിരി വർക്കിച്ചൻ്റെ രക്തം മരവിപ്പിച്ചു. പെട്ടെന്ന് ബംഗ്ലാവിൻ്റെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെട്ടു. പുറത്ത് മഴയത്ത് 100 കണക്കിന് വെളിച്ചങ്ങൾ. പോലീസ് ജീപ്പുകളുടെ നീലയും ചുവപ്പും വെളിച്ചങ്ങൾ. സൈറൻ ശബ്ദം ആ മലനിരകളെ ഉറപ്പിച്ചു. ഞാൻ വരുന്നതിന് മുമ്പ് ലൊക്കേഷൻ SP-ക്ക് അയച്ചു കൊടുത്തിരുന്നു വർക്കിച്ച. പിന്നെ ജോസഫ് സാറിൻ്റെ ഫോണിൽ നിന്നുള്ള അവസാനത്തെ കോൾ റെക്കോർഡിങ്ങും. ഹരിദാസ് എഴുന്നേറ്റു. നിന്റെ കളി തീർന്നു. വർക്കിച്ചൻ തളർന്ന് സോഫയിലേക്ക് വീണു. പോലീസുകാർ ഇരച്ചു കയറി. കൈവിലങ്ങ് വീഴുമ്പോൾ വർക്കിച്ചൻ ഹരിദാസിനെയല്ല നോക്കിയത്.
ഹരിദാസിന് പിന്നിലെ ഇരുട്ടിലേക്കാണ്. അവിടെ ആ ഇരുട്ടിൽ യൂണിഫോം ഇട്ട ഒരു രൂപം സല്യൂട്ട് ചെയ്തു നിൽക്കുന്നത് വർക്കിച്ചൻ മാത്രം കണ്ടു. ഭയത്താൽ അയാളുടെ ബോധം മറഞ്ഞു. 2 ആഴ്ചയ്ക്ക് ശേഷം സ്റ്റേഷനിലെ അന്തരീക്ഷം ശാന്തമാണ്. വർക്കിച്ചൻ്റെ അറസ്റ്റും മുല്ലയ്ക്കൽ എസ്റ്റേറ്റിൽ നിന്ന് കണ്ടെടുത്ത അസ്ഥികൂടവും കേരളം മുഴുവൻ ചർച്ചയായി. DNA ടെസ്റ്റിൽ അത് രഘുവിൻ്റേതാണെന്ന് തെളിഞ്ഞു. ജോസഫിൻ്റെ ആത്മഹത്യാക്കുറിപ്പും ഹരിദാസ് ഹാജരാക്കിയ മെമ്മറി കാർഡിലെ ശബ്ദരേഖയും കോടതിയിൽ നിർണായക തെളിവുകളായി. ഹരിദാസ് തൻ്റെ ക്യാബിനിലിരുന്ന് വിരമിക്കലപേക്ഷ പൂരിപ്പിക്കുകയായിരുന്നു. ഇനി സർവീസ് വേണ്ട, മതിയായി. സാർ, പുറത്താരോ കാണാൻ വന്നിരിക്കുന്നു, കോൺസ്റ്റബിൾ പറഞ്ഞു. പുറത്തെ വരാന്തയിൽ ഒരു സ്ത്രീയും 2 കുട്ടികളും നിൽക്കുന്നു. രഘുവിൻ്റെ ഭാര്യയും മക്കളും. ആ സ്ത്രീയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവർ ഒന്നും പറഞ്ഞില്ല. ഹരിദാസിൻ്റെ കാലിൽ തൊട്ടു വന്ദിച്ചു. വേണ്ട, എഴുന്നേൽക്കൂ. ഹരിദാസ് അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എനിക്ക് സമാധാനമായി സാറേ. അവൻ കള്ളനാണെന്നും ഒളിച്ചോടിയതാണെന്നും പറഞ്ഞവരുടെ വായടപ്പിക്കാൻ പറ്റിയല്ലോ. അവന് നല്ലൊരു അന്ത്യയാത്ര കൊടുക്കാൻ പറ്റിയല്ലോ, അവർ വിതുമ്പി. ഹരിദാസ് പുഞ്ചിരിച്ചു. അവൻ നല്ലൊരു ഓഫീസറായിരുന്നു, അവസാനം വരെ. അവർ പോയി കഴിഞ്ഞപ്പോൾ ഹരിദാസ് സ്റ്റേഷൻ്റെ പുറകിലെ ആ പഴയ ക്വാർട്ടേഴ്സിലേക്ക് നടന്നു. അവിടെ ഇപ്പോൾ കാടില്ല. തെളിവെടുപ്പിൻ്റെ ഭാഗമായി അതെല്ലാം വെട്ടിത്തെളിച്ചിരുന്നു. 13-ാം നമ്പർ ക്വാർട്ടേഴ്സ്. അവിടെ ഇപ്പോൾ ഭയമില്ല, പ്രേതങ്ങളില്ല, വെറുമൊരു പഴയ കെട്ടിടം മാത്രം. ഹരിദാസ് കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് പാക്കറ്റിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കത്തിച്ചു. എന്നിട്ട് ക്വാർട്ടേഴ്സിൻ്റെ വരാന്തയിൽ വെച്ചു. രഘു, നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. കേസ് ക്ലോസ് ചെയ്തു. ഇനി നിനക്ക് പോകാം. അയാൾ തിരിഞ്ഞു നടന്നു. കാറ്റില്ലാതിരുന്നിട്ടും ആ സിഗരറ്റിലെ പുക നേരെ മുകളിലേക്ക് ഉയർന്നു. പെട്ടെന്ന് ഹരിദാസിൻ്റെ പോക്കറ്റിലെ വയർലെസ് സെറ്റ് ശബ്ദിച്ചു. അത് ഓഫായിരുന്നു. ബാറ്ററി ഊരിയിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ടും അതിൽ നിന്ന് ശബ്ദം വന്നു. വളരെ വ്യക്തമായ, സ്റ്റാറ്റിക് ഇല്ലാത്ത ശബ്ദം. താങ്ക് യു സാർ, ഓവർ ആൻഡ് ഔട്ട്. ഹരിദാസ് ഞെട്ടിയില്ല. അയാൾ ആകാശത്തേക്ക് നോക്കി. മേഘങ്ങൾക്കിടയിലൂടെ സൂര്യൻ പുറത്തേക്ക് വരുന്നു. ഒരു തണുത്ത കാറ്റ് അയാളെ തഴുകി കടന്നുപോയി. അതൊരു യാത്രയായപ്പായിരുന്നു. 6 മാസത്തിന് ശേഷം ഹരിദാസ് സർവീസിൽ നിന്നും വിരമിച്ചു. അദ്ദേഹം ഇപ്പോൾ തൻ്റെ തറവാട്ടിൽ കൃഷിയും വായനയുമായി കഴിയുന്നു. രാത്രികളിൽ അദ്ദേഹം ജനൽ തുറന്നിടാറുണ്ട്. അദ്ദേഹത്തിനിപ്പോൾ ഇരുട്ടിനെ പേടിയില്ല. കാരണം ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് പിശാചുകൾ മാത്രമല്ലെന്നും നീതി കിട്ടാതെ അലയുന്ന പാവം ആത്മാക്കൾ കൂടിയാണെന്നും അദ്ദേഹത്തിനറിയാം. സത്യം ഒരിക്കലും മരിക്കില്ല. അത് മൗനമായി ഒരു സാക്ഷിയെപ്പോലെ എപ്പോഴും കൂടെയുണ്ടാകും.